വെൽക്കം ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയറ്റായിട്ടുള്ള എമി ലോവലിന്റെ വിൻറ്റേജ് എന്ന പോയമാണ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഈ പോയം സ്വാർഡ്സ്, ബ്ലേഡ്സ് ആൻഡ് പോപ്പി സീഡ്സ് എന്ന കളക്ഷനിൽ നിന്ന് എടുത്തതാണ്. കവിതയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പോയറ്റിനെ ഒന്ന് പരിചയപ്പെടാം. എമി ലോവൽ ഒരു അമേരിക്കൻ പോയറ്റ് ആയിരുന്നു, അതുപോലെ ഒരു ലെസ്ബിയൻ ആയിരുന്നു. ലെസ്ബിയൻ എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് സ്ത്രീകളോട് തന്നെ സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതിനെയാണ് ലെസ്ബിയൻ എന്ന് വിളിക്കുന്നത്. അവളുടെ ബിലോവഡ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്നത് അദാ ഡ്വയർ റസൽ ആയിരുന്നു. റസൽ അന്നത്തെ കാലത്തെ ഫേമസ് ആക്ട്രസ് കൂടിയായിരുന്നു. എമി ലോവൽ തന്റെ കാമുകിയെ കൂടെ താമസിക്കാൻ ഒരുപാട് തവണ ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ അവർ അത് നിരസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് റിയൽ ലൈഫിൽ അവർ ഒരുമിച്ച് ഒരുപാട് വർഷം ജീവിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം ഇവള് റിപ്പീറ്റഡ്ലി ക്ഷണിക്കുന്ന സമയത്ത് അവൾ അത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. തന്റെ ക്ഷണം സ്വീകരിക്കാതെ കാമുകിയിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണനയും പുച്ഛവുമാണ് ഈ വിൻറ്റേജ് എന്ന പോയത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇനി കവിതയിലോട്ട് നമുക്ക് കടക്കാം. കവിതയുടെ ആരംഭത്തിൽ ദേഷ്യത്തോടെ വൈൻ നിർമ്മിക്കുന്ന സ്പീക്കറെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. പല സൈസിലും കളറിലുമുള്ള നക്ഷത്രങ്ങളെ പിഴിഞ്ഞാണ് ഈ വൈൻ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈൻ കാണാൻ വളരെ കളർഫുൾ ആയിരുന്നു. പിന്നീട് ഈ വൈനിലോട്ട് തന്റെ പ്രിയപ്പെട്ടവളുടെ പുച്ഛം ഐസ് ക്യൂബ് രൂപത്തിൽ വൈനിലോട്ട് ചേർക്കുകയാണ് സ്പീക്കർ. അതോടെ ആ പാനീയം പതഞ്ഞു പൊങ്ങാൻ തുടങ്ങുകയാണ്. അതിനുശേഷം ആ വൈൻ കുടിക്കുമ്പോൾ തൊണ്ടയിൽ പോറുന്ന പോലെ സ്പീക്കറിന് അനുഭവപ്പെടുകയാണ്. ഇനി ആ പാനീയം ഇറങ്ങി വയറ്റിലോട്ട് എത്തുമ്പോൾ തീ കൊണ്ടുള്ള പാമ്പ് ചുറ്റിയതുപോലെയാണ് സ്പീക്കർക്ക് തോന്നുന്നത്. ഈ പാനീയം ശരീരത്തിൽ അലിയുമ്പോൾ ചിരിക്കുകയും സുഖം അനുഭവിക്കുകയുമാണ് സ്പീക്കർ ചെയ്യുന്നത്. ശരീരത്തിൽ ലയിച്ചതിനു ശേഷം അവളെ തനിക്ക് ഓർമ്മയുണ്ടാകില്ലെന്നും പൂർണ്ണമായും അവളെ മറന്നുകളയും എന്ന പ്രതീക്ഷയോടെയാണ് ഈ വൈൻ സ്പീക്കർ കുടിക്കുന്നത്. അതായത് തന്റെ വിഷമങ്ങൾ മറക്കാൻ വൈനിൽ സഹായം തേടുകയാണ് ഇവിടെ സ്പീക്കർ. ഈ ചെറു കവിതയിലെ ഓരോ വരികളിലൂടെയും തന്റെ കാമുകിയോടുള്ള ദേഷ്യവും അവഗണനയും അമർഷവുമാണ് സ്പീക്കർ വ്യക്തമാക്കുന്നത്. സോ ഇതാണ് എമി ലോവലിന്റെ വിൻറ്റേജ് എന്ന ഷോർട്ട് പോയത്തിന്റെ സമ്മറി. ഇനി നമുക്ക് ഇതിലെ മെയിൻ തീംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഹാർട്ട് ബ്രേക്ക്, സെക്കൻഡ് പാസേജ് ഓഫ് ടൈം, തേർഡ് വൺ ഈസ് ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് പെയിൻ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് റെസിലിയൻസ്. സോ ഈ 4 കാര്യങ്ങളാണ് ഇതിലെ കീ തീംസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്ന് ഈ വിൻറ്റേജ് എന്ന പോയത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമന്റ് ബോക്സ്. So now it's time to wind up today's session. If you like my videos, please consider supporting and subscribing. Thank you for watching.